ഇന്ത്യയിലെ ചില നിഗൂഢ ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ നൂറ്റാണ്ടുകളായി തുടരുകയാണ്. ഭൂതപ്രേത പിശാചുകൾ വാഴുന്ന ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി എലികളെ ആരാധിക്കുന്ന ക്ഷേത്രം വരെ നമ്മുടെ ഇന്ത്യയിലെ കാഴ്ചയാണ്. അപ്പോൾ ചരിത്രപരമായ പ്രാധാന്യവും നിഗൂഢമായ കഥകളും കൊണ്ട് സമ്പന്നമായ ഇന്ത്യയിലെ ചില ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന് 7 രഹസ്യ നിലവറകളുണ്ട്. അവയിൽ 6 അടുത്തിടെ തുറന്നു. വലിയ അളവിൽ സ്വർണവും വജ്രങ്ങളും കണ്ടെത്തി. കവാടം നാഗബന്ധം കൊണ്ട് പൂട്ടിയതിനാലും ഇരുമ്പ് വാതിലിൽ 2 വലിയ പാമ്പുകളെ കൊത്തിയിരിക്കുന്നതിനാലും നിലവറ ബി എന്ന് വിളിക്കപ്പെടുന്ന 7ാമത്തെ നിലവറ തുറന്നിട്ടില്ല. വളരെ ആത്മീയമായ ഒരാൾക്ക് ഗരുഡ മന്ത്രത്താൽ മാത്രമേ വാതിൽ തുറക്കാൻ കഴിയൂ. ആ നിലവറകളെ കുറിച്ച് നിരവധി കഥകളുമുണ്ട്. ചിലർ പറയുന്നത് ബി നിലവറ നാഗക്കോട്ടയാണെന്നാണ്. മറ്റു ചിലരാകട്ടെ പറയുന്നത് നിലവറയ്ക്കുള്ളിൽ വലിയ സമ്പത്ത് ഒളിഞ്ഞിരിക്കുന്നതായിട്ടാണ്. ആ വാതിലിന് പിന്നിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. നിയമ തടസ്സങ്ങളാലും മറ്റും അത് ഇതുവരെ തുറക്കാനായിട്ടുമില്ല. ജഗന്നാഥ ക്ഷേത്രം പുരി. പ്രസിദ്ധമായ ജഗന്നാഥ ക്ഷേത്രത്തിന് നിരവധി നിഗൂഢമായ കഥകളും സംഭവങ്ങളുമുണ്ട്. ഈ ക്ഷേത്രത്തിന് നിഴലില്ല. ക്ഷേത്രത്തിന്റെ മുകളിലെ പതാക എപ്പോഴും കാറ്റിന്റെ എതിർദിശയിൽ പാറുകയാണ്. ക്ഷേത്രത്തിന്റെ മുകളിലുള്ള ചക്രം 1 ടൺ ഭാരമുള്ളതാണ്. പുരി നഗരത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ഇത് കാണാനും കഴിയും. എവിടെ നിന്നാലും ചക്രം നമുക്ക് അഭിമുഖമായി നിൽക്കുന്നത് പോലെയാണ് തോന്നുക. ജഗന്നാഥ ക്ഷേത്രത്തിന് മുകളിലൂടെ പക്ഷികളൊന്നും പറക്കാറില്ല. ക്ഷേത്രത്തിൽ പാകം ചെയ്യുന്ന പ്രസാദം ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന 7 മൺപാത്രങ്ങളിലായിട്ടാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ഏറ്റവും മുകളിലുള്ള പാത്രമാണ് ആദ്യം വേവുന്നത്. ഈ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ നിഗൂഢത ലോകം മൊത്തം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. കൈലാസ ക്ഷേത്രം, എല്ലോറ ഗുഹ. കൈലാസ ക്ഷേത്രം ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. എല്ലോറ ഗുഹകളിലെ ഏറ്റവും വലിയ ഒറ്റക്കൽ ക്ഷേത്രമാണിത്. രാമായണത്തിന്റെ സങ്കീർണമായ കൊത്തുപണികളും ചിത്രീകരണങ്ങളുമുള്ള ഒരു ഒറ്റ പാറയിലാണ് കൈലാസ ക്ഷേത്രത്തിന്റെ ഘടന നിർമ്മിച്ചിരിക്കുന്നത്. മുഗൾ രാജാവായ ഔറംഗസേബ് തന്റെ ആളുകളോട് ഈ ക്ഷേത്രം നശിപ്പിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചുവെങ്കിലും നിരവധി ശ്രമങ്ങൾക്ക് ശേഷം അവർ അതിൽ പരാജയപ്പെട്ടു. പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായത്തിൽ ചുവരിൽ 30 ദശലക്ഷം സംസ്കൃത ശ്ലോകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അർത്ഥം മനസ്സിലാക്കാൻ അവ ഡീകോഡ് ചെയ്തിട്ടില്ല. സാങ്കേതിക വിദ്യയും സംവിധാനവും ഇല്ലാതിരുന്ന കാലത്ത് ഇത്രയധികം വിശദാംശങ്ങളോടും കരകൗശലത്തോടും കൂടി എങ്ങനെയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് ആളുകൾ ഇപ്പോഴും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. മെഹന്ദിപൂർ ബാലാജി ക്ഷേത്രം, രാജസ്ഥാൻ. ദൗസ ജില്ലയിലെ മെഹന്ദിപൂർ ബാലാജി ക്ഷേത്രം പ്രേതങ്ങൾ, ഭൂതങ്ങൾ, ദുരാത്മാക്കൾ എന്നിവയിൽ നിന്ന് മുക്തി നേടാനുള്ള ക്ഷേത്രമാണ്. ഇന്ത്യയിൽ പുരോഹിതന്മാർ ഭൂതോച്ചാടനം നടത്തുന്ന ക്ഷേത്രം ഇത് മാത്രമാണ്. ഈ ക്ഷേത്രത്തിൽ പ്രസാദമോ മറ്റെന്തെങ്കിലുമോ അർപ്പിക്കാറില്ല. കൂടാതെ ക്ഷേത്രത്തിൽ വ്യത്യസ്തമായ ചില അറകളുമുണ്ട്. ദുരാത്മാക്കൾ ബാധിച്ചതായി കരുതപ്പെടുന്ന ആളുകളെ ചങ്ങലയിൽ ബന്ധിപ്പിച്ച് ഇട്ടത് നമുക്കിവിടെ കാണാനാകും. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കരുതെന്നും പറയപ്പെടുന്നുണ്ട്. പരിസരത്ത് എവിടെയും സ്പർശിക്കാനും പാടില്ല. കർണിമാത ക്ഷേത്രം, രാജസ്ഥാൻ. എലികളെ ആരാധിക്കുന്ന തനതായ സംസ്കാരത്തിന് സാക്ഷ്യം വഹിക്കാൻ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ കർണിമാത ക്ഷേത്രം ആകർഷിക്കുന്നു. അതെ, ക്ഷേത്രത്തിൽ ഏകദേശം 20,000-ൽ പരം എലികളുണ്ട്. ഭക്തർ എലികളെ പൂജിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. കർണിമാതാവിന്റെ ഭക്തർ എലികളുടെ രൂപമെടുത്ത് ക്ഷേത്ര പരിസരത്ത് അഭയം പ്രാപിക്കുന്നു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധയോടെ വേണം നടക്കാൻ. ഇവിടെ അധികം ആളുകളും കാൽവിരലുകളിലാണ് നടക്കാറുള്ളത്. പനഗല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം, ഗുണ്ടൂർ. ആന്ധ്രാപ്രദേശിലെ ശ്രീ പനഗല ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. ഇവിടുത്തെ അത്ഭുതം എന്തെന്നാൽ വിഗ്രഹത്തിന് സമർപ്പിക്കുന്ന ശർക്കര വെള്ളം പകുതി മാത്രമാണ് കുടിക്കുന്നത്. ആ ശർക്കര വെള്ളം എവിടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നരസിംഹസ്വാമിയുടെ വിശാലമായ വായ തുറന്ന് ദൈവത്തിന്റെ ലോഹമുഖം കൊണ്ട് മൂടിയിരിക്കുന്നതായി മാത്രമേ ഭക്തർക്ക് കാണാൻ സാധിക്കൂ. പൂജാരിമാർ നരസിംഹസ്വാമിയുടെ വായിൽ ശർക്കര വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഗർജിക്കുന്ന ശബ്ദം കേൾക്കാനും സാധിക്കും. മറ്റൊരു കാര്യം, ദൈവത്തിന് സമർപ്പിക്കുന്ന ശർക്കര വെള്ളത്തിന്റെ പകുതി അളവ് ഉള്ളിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ളത് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. ഒരു ഉറുമ്പിനെയോ മറ്റു പ്രാണികളെയോ ഈ ക്ഷേത്രത്തിൽ കാണില്ല എന്നതും മറ്റൊരു അത്ഭുതമാണ്. ഈ പറഞ്ഞവയിൽ പല ക്ഷേത്രങ്ങളുടെയും നിഗൂഢതയുടെ ചുരുളഴിക്കാൻ പോകുന്ന ഒരുപാട് ശാസ്ത്രീയ വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ബാലാജി ക്ഷേത്രത്തിലെ ഭൂതപ്രേത പിശാചുകളുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസവുമില്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്ത് തന്നെയായാലും പറയൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.